വീട്ടിൽ നിന്നും നടന്നെത്താവുന്ന ദൂരമേ റമീസയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ളൂ. തിരുവനന്തപുരത്ത് പ്രവേശനം നേടാൻ 2 കാരണങ്ങളുണ്ട്. കോഴിക്കോട് സീറ്റുകൾ കുറവ്, പ്രവേശന നടപടി വൈകുകയും ചെയ്തു. കോഴിക്കോടാണെങ്കിൽ നമുക്ക് ബസ്സിന് പോയി വരാനുള്ള സാധാരണ 5 രൂപ 6 രൂപ ബസ്സിന് ചാർജ് കൊടുക്കുന്ന സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ഹോസ്റ്റൽ വേണ്ട. ഇതിൽ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ ഉള്ളൂ. തിരുവനന്തപുരത്തും കോട്ടയത്തും ബിഫാമിന് 60 സീറ്റുകളുണ്ട്. കോട്ടയത്താകട്ടെ കോഴിക്കോടുള്ളതിൻ്റെ പകുതി ഭൗതിക സൗകര്യങ്ങൾ പോലുമില്ല. മറ്റ് മെഡിക്കൽ കോളേജുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ അധ്യാപകരെയോ അനധ്യാപകരെയോ നിയമിക്കാതെ തന്നെ കോഴിക്കോട് 60 സീറ്റാക്കുന്നതിന് സർക്കാർ ഉത്തരവ് മാത്രമേ ആവശ്യമുള്ളൂ. കേവലം 20 സീറ്റുകൾ മാത്രമുള്ളപ്പോഴാണ് പ്രവേശന നടപടി വൈകിയത് കാരണം 4 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നത്. +2 റിസൾട്ട് വൈകിയതും ഓഗസ്റ്റ് 15-ന് മുമ്പ് പ്രവേശന നടപടി പൂർത്തീകരിക്കണമെന്ന സുപ്രീംകോടതി വിധിയുമാണ് അലോട്ട്മെന്റ് നടക്കാതിരിക്കാൻ കാരണമെന്നാണ് ചുമതലയുള്ള ഏജൻസി പറയുന്നത്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. കോഴ്സ് ഇപ്പം മാനേജ്മെൻറ്റിൽ അഡ്മിഷൻ നടക്കുന്നുണ്ട്. അവർക്കുള്ള ഗവൺമെൻറ് മെറിറ്റ് അഡ്മിഷൻ നടക്കാത്ത ഗവൺമെൻറ് മെറിറ്റ് സീറ്റുകളിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സീറ്റാക്കി മാറ്റി അവർ പ്രൈവറ്റ് അഡ്മിഷൻ നടത്തുന്നുണ്ട്. ഇത് ഫാർമസി കോഴ്സുകൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ മാനേജ്മെൻറ്റ് കോളേജ് വളരെ കൂടുതലാണ്. നജാത്തുള്ള, മീഡിയ 1, കോഴിക്കോട്.